കേരള കർഷക സംഘം കണ്ണമ്പ്ര 2 വില്ലേജ് കൺവെൻഷൻ കണ്ണമ്പ്ര വനിതാ ഹാളിൽ സംഘടിപ്പിച്ചു. കർഷക സംഘം ജില്ലാ ജോയിന്റ് സെക്രട്ടറി MK സുരേന്ദ്രൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. അതിന് ന്യായവാദങ്ങളൊക്കെ നമുക്ക് പറയാമെങ്കിലും കിട്ടാത്ത ഒരു യാഥാർത്ഥ്യമുണ്ട്. പക്ഷേ ഇപ്പോൾ പരമാവധി കുറേ ആളുകൾക്ക് പൈസ കിട്ടിയിട്ടുണ്ട്. എന്നാലും അത്യാവശ്യം ചില ആളുകൾക്ക് പൈസ കിട്ടിയിട്ടില്ല എങ്കിലും അത് അടിയന്തരമായി ലഭിക്കുന്നതിനാവശ്യമായ ഇടപെടൽ സർക്കാർ നടത്തിയിട്ടുണ്ടോ എന്ന ഒരു യാഥാർത്ഥ്യം കൂടി നാം മനസ്സിലാക്കണം. വളരെ കുറച്ച് മാത്രമേ അത്തരം പൈസ കിട്ടാത്ത ആളുകളുള്ളൂ എന്നത് കൂടി സത്യമാണ്. ഏകദേശം നവംബർ 20-25 വരെയുള്ള ആളുകൾക്ക് പണം കിട്ടിക്കഴിഞ്ഞു. അതിനാവശ്യമായ സാഹചര്യം ഉണ്ടായത് നമ്മൾ മനസ്സിലാക്കേണ്ടത് കേരള ഗവൺമെൻറ് അല്ല നെല്ല് സംഭരിക്കുന്നത്. കേരളത്തിലെ നെല്ല് മുഴുവൻ സംഭരിക്കുന്നത് അതിൻ്റെ വില തീരുമാനിക്കുന്നതെല്ലാം തന്നെ കേന്ദ്ര ഗവൺമെൻറ്റാണ്. കേരള ഒരു സംസ്ഥാന ഗവൺമെൻറ്റിനും ഒരു ഭക്ഷ്യവിളയുടെയും വില തീരുമാനിക്കാനുള്ള അവകാശമില്ല. ഏത് സ്റ്റേറ്റിലായിക്കോട്ടെ ഒരു ഭക്ഷ്യവിളയുടെയും ഒരു വിലയിൽ ഇപ്പോൾ നെല്ലായിക്കോട്ടെ, ഗോതമ്പായിക്കോട്ടെ, നമ്മൾ മുതലയായിക്കോട്ടെ, പയറായിക്കോട്ടെ, അതിൻ്റെ ഒന്നും വില തീരുമാനിക്കാൻ ഒരു സ്റ്റേറ്റിനും അവകാശമില്ല. അതെല്ലാം തീരുമാനിക്കുന്നത് കേന്ദ്ര സർക്കാരുകളാണ്. അപ്പോൾ ഇവിടെ സപ്ലൈകോ സംഭരിക്കുന്നു. സപ്ലൈകോ എഫ്സിഐയുടെ നോഡൽ ഏജൻസിയാണ്. സപ്ലൈകോയെ ഏൽപ്പിച്ചിരിക്കുക. എഫ്സിഐക്ക് നേരിട്ട് ഇവിടെ വന്ന് കൃഷിക്കാരെ കണ്ട് സംഭരിക്കാനുള്ള സൗകര്യമില്ലാത്തതുകൊണ്ട് സപ്ലൈകോയെ ഏൽപ്പിച്ച് ഇത് സംഭരിച്ച് അരിയാക്കി കൊടുക്കണമെന്നാണ് കരാർ. വില്ലേജ് സെക്രട്ടറി M ചെന്താമരാക്ഷൻ അധ്യക്ഷനായി. കർഷക സംഘം ഏരിയ സെക്രട്ടറി രവീന്ദ്രൻ കുന്നംപുള്ളി, വില്ലേജ് സെക്രട്ടറി P സോമസുന്ദരൻ, PV ശ്രീനിവാസൻ തുടങ്ങിയവർ സംസാരിച്ചു.